നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്കാണ് ആദ്യം. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം വിഷ്ണുമായ സ്വാമി ക്ഷേത്രം തകർക്കുന്നതിന് വേണ്ടി നടന്ന ഗൂഢാലോചനയുടെ ചുരുളഴിയുന്നു. പെരിഞ്ഞനത്ത് അയൽവാസിയെ വീട്ടിൽ കയറി ആക്രമിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. SNDP ആലപ്പാട് ശാഖ ശ്രീനാരായണ ഗുരുജയന്തിയും ഓണാഘോഷവും സംഘടിപ്പിക്കുന്നു. വാർത്തകൾക്ക് വിശദമായി. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം വിഷ്ണുമായ സ്വാമി ക്ഷേത്രം തകർക്കുന്നതിന് വേണ്ടി നടന്ന ഗൂഢാലോചനയുടെ ചുരുളഴിയുന്നു. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം വിഷ്ണുമായ ക്ഷേത്രത്തിന്റെ പൂർണ്ണ അധികാരം ഇപ്പോഴുള്ള തന്ത്രി ഉണ്ണി ദാമോദര സ്വാമിക്കാണ്. ഉണ്ണി ദാമോദര സ്വാമി സൗജന്യ ഡയാലിസിസ് സെന്റർ, കലാപീഠം തുടങ്ങിയ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെ സഹോദരന്മാർ എതിർത്തിരുന്നു. ഇത് സംബന്ധിച്ച സിവിൽ കേസുകളും നിലനിന്നിരുന്നു. ഇതിനിടെ ക്ഷേത്രം പിടിച്ചടക്കുന്നതിന് വേണ്ടി നടത്തിയ വൻ ഗൂഢാലോചനയാണ് ഇപ്പോൾ പൊളിയുന്നത്. ഇതിന്റെ പേരിൽ ക്ഷേത്രം തന്ത്രിയുടെ മരുമകന്റെ പേരിൽ വ്യാജ പീഡന കേസുണ്ടാക്കി. തന്ത്രിയും കുടുംബവും കർണാടക ആഭ്യന്തരമന്ത്രി ഡോക്ടർ ജി പരമേശ്വരയ്ക്ക് ഇതിന്റെ സത്യാവസ്ഥ കൊണ്ടുവരണമെന്നുള്ള പരാതി കൊടുത്തു. പരാതിയെ തുടർന്ന് പോലീസ് പ്രത്യേക അന്വേഷണം നടത്തി 5 പ്രതികളെ അറസ്റ്റ് ചെയ്തു. പോലീസ് FIR പ്രകാരം ഇതിൽ 1-ാം പ്രതി തന്ത്രിയുടെ ജ്യേഷ്ഠന്റെ മകൻ കാനാടി പ്രവീണാണ്. ഗൂഢാലോചന നടന്ന സഹോദരങ്ങൾക്കും മക്കൾക്കുമെതിരെ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കർണാടക പോലീസ് തൃശൂരിൽ എത്തിയിട്ടുണ്ട്. 1-ാം പ്രതിയായ കാനാടി പ്രവീണാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളവർക്ക് വിമാന ടിക്കറ്റ് എടുത്തു കൊടുത്തതെന്ന് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അറസ്റ്റിലായ പ്രതികൾക്ക് കോടികൾ കൈമാറിയിട്ടുള്ള രേഖകൾ പോലീസിന്റെ പക്കൽ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ പീഡനക്കേസിൽ ആരോപിക്കപ്പെട്ട ക്ഷേത്രം തന്ത്രി ഉണ്ണി ദാമോദര സ്വാമി നിരപരാധിയാണെന്നുള്ള ക്ലീൻ ചീറ്റ് കർണാടക പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. കേസിൽ ബംഗളൂരു സ്വദേശിനിയും മസാജ് പാർലർ ജീവനക്കാരിയുമായ രത്ന ഉൾപ്പെടെ 5 പേരെ ബാനസവാടി പോലീസ് അറസ്റ്റ് ചെയ്തു. രത്നയുടെ സഹായി മോണിക്ക, പാലക്കാട് സ്വദേശിയും കൂർഗിൽ സ്ഥിരതാമസക്കാരനുമായ ഇവന്റ് മാനേജ്മെന്റ് കമ്പനി നടത്തിപ്പുകാരൻ ശരത് മേനോൻ, ഇയാളുടെ സഹായി സജിത്ത്, ആലം എന്നിവരാണ് അറസ്റ്റിലായത്. അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ, ആശാപ്രവർത്തകർ, കുടുംബശ്രീ CDS മെമ്പർമാർ, അംഗൻവാടി അധ്യാപകർ, അംഗൻവാടി ഹെൽപ്പർമാർ, മാധ്യമപ്രവർത്തകർ എന്നിവർക്ക് അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് KK വേലായുധൻ സ്മാരക ഹാളിൽ ഓണക്കോടി വിതരണം നടത്തി. വിതരണോദ്ഘാടനം ചലച്ചിത്ര സംവിധായകൻ ഷൈജു അന്തിക്കാട് നിർവഹിച്ചു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ അധ്യക്ഷയായി. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിരാമൻ, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത് എന്നിവർ പങ്കെടുത്തു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജിത്ത് അന്തിക്കാട്, അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷെഫീർ അബ്ദുൽ ഖാദർ, വാർഡ് മെമ്പർ സരിത സുരേഷ്, അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി T സത്യൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ TI ചാക്കോ, ICDS ഓഫീസർ സൂര്യ എന്നിവർ സംസാരിച്ചു. ഏറ്റവും അവസാനം വരെ നിൽക്കുന്ന സ്നേഹം എന്താണെന്ന് ചോദിച്ചാൽ കരുണയുള്ള സ്നേഹമാണ്. അത്രയും കരുണയുള്ള സ്നേഹമുള്ള മുഖങ്ങളാണ് എനിക്ക് മുന്നിൽ ഇരിക്കുന്നത് എന്നുള്ളത് വളരെ സന്തോഷമുണ്ടായിരുന്നു. നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും അത്തരത്തിലുള്ളതാണ്. ഇപ്പോൾ ആശാപ്രവർത്തകരാണെങ്കിലും ഹരിതകർമ്മ സേനയാണെങ്കിലും CDS ആണെങ്കിലും അംഗൻവാടി ടീച്ചേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഹെൽപ്പേഴ്സ് ആണെങ്കിലും എല്ലാവരും നിങ്ങളെടുക്കുന്ന ഈ എന്താ പറയുക, നമ്മുടെ സമൂഹം ഇത്ര മനോഹരമായി നിൽക്കുന്നതിൻ്റെ കാരണം തന്നെ നിങ്ങൾ തന്നെയാണ്. അതിലൊരു സംശയമില്ല. വളരെ ആത്മാർത്ഥമായിട്ട് പറയാം, നിങ്ങൾ എടുക്കുന്ന എഫർട്ടിൻ്റെ പുറത്ത് മാത്രമാണ് നമ്മുടെ സമൂഹം ഇത്ര സുന്ദരമായി മുന്നോട്ട് പോകുന്നത്. നമ്മൾ പറയാറില്ല, സ്വന്തം വേദനകളേക്കാൾ വലുതാണ് അപരന്റെ വേദന എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾക്ക് യഥാർത്ഥ മനുഷ്യനാകുന്നത്. ചാഴൂർ ശ്രീനാരായണ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയർമാർ സമാഹരിച്ച ഓണക്കിറ്റ് ചാഴൂർ പഞ്ചായത്ത് 16-ാം വാർഡിലെ വീടുകളിൽ വിതരണം ചെയ്തു. വാർഡ് മെമ്പർ MK ഷൺമുഖൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് നെയ്സൺ പൗലോസ്, PTA പ്രസിഡന്റ് കവിതാ കൃഷ്ണൻ, NSS പ്രോഗ്രാം ഓഫീസർ EA ഷൈനി, ലാബ് അസിസ്റ്റന്റ് KS രതീഷ്, TS ഷാജി, ജോഷി എന്നിവർ സംസാരിച്ചു. വാടനപ്പള്ളി സർഗ കലാ അക്കാദമി ഓണാഘോഷം സംഘടിപ്പിച്ചു. സർഗയും തുമ്പപ്പൂവും എന്ന പേരിൽ വാടനപ്പള്ളി പഞ്ചായത്ത് ഹാളിൽ നടത്തിയ ഓണാഘോഷ പരിപാടികൾ ഗ്രാമപഞ്ചായത്ത് അംഗം ഷൈജ ഉദയകുമാർ ഉദ്ഘാടനം ചെയ്തു. സർഗ ബിജു അധ്യക്ഷത വഹിച്ചു.
വിഷ്ണു ഭാസ്, ഉദയകുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പൂക്കള മത്സരം, തിരുവാതിരകളി, ചെണ്ടമേളം എന്നിവയും ഉണ്ടായിരുന്നു. ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫിക്ക് വേണ്ടി നടത്തുന്ന കണ്ടശങ്കടവ് ജലോത്സവത്തിന്റെ ഭാഗമായി കൈകൊട്ടിക്കളി നടന്നു. ബെസ്റ്റ് നൈബേഴ്സ്, മിത്ര, നന്ദനം ചാത്തൻകുളങ്ങര, അഖില മാമ്പുള്ളി, നർത്തന നടുവിൽക്കര, അച്ഛനും മക്കളും എന്നീ ടീമുകൾ കൈകൊട്ടിക്കളി അവതരിപ്പിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം BN സുർജിത്ത്, KV വിനോദൻ, സിമി പ്രദീപ്, ധർമ്മൻ പറത്താട്ടിൽ എന്നിവർ പങ്കെടുത്തു. അന്തിക്കാട് പടിയം സ്പോർട്സ് അക്കാദമി ഓണാഘോഷത്തിന്റെ ഭാഗമായി ബുധനാഴ്ച വൈകിട്ട് പടിയം ഫുട്ബോൾ ടർഫിൽ വീരനാട്യ മത്സരം നടത്തും. ചലച്ചിത്ര താരം ആൻസി സുഹാസ് ഉദ്ഘാടനം ചെയ്യും. കഥാകൃത്ത് വേണുഗോപാൽ കൊച്ചത്ത് മുഖ്യാതിഥിയാകും. ഡെപ്യൂട്ടി കളക്ടർ രാജേഷ് ചുള്ളിയിലിനെ ചടങ്ങിൽ ആദരിക്കും. സെപ്റ്റംബർ 7 നടക്കുന്ന വാർഷികാഘോഷവും കുടുംബസംഗമവും ചലച്ചിത്ര താരം ലിഷോയ് ഉദ്ഘാടനം ചെയ്യും. സീരിയൽ താരം ഷൈജൻ ശ്രീവത്സൻ മുഖ്യാതിഥിയാകും. ചടങ്ങിൽ വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും കലാപരിപാടികളും ഉണ്ടാകുമെന്ന് ഭാരവാഹികളായ പ്രസിഡന്റ് EB ദിനേശ്, സെക്രട്ടറി റിനീഷ് ചന്ദ്രൻ, ട്രഷറർ ഷിബു പൈനൂർ, ജോയിന്റ് സെക്രട്ടറി KK യോഗനാഥൻ, BB ബാബു, KN അജയൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാരമുക്ക് പൂതൃക്കോവ് ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ യുവജന സമിതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ചെണ്ടുമല്ലി പൂക്കൃഷിയുടെ വിളവെടുപ്പ് മഹോത്സവം നടത്തി. കൃഷി ഓഫീസർ എലിസബത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. മണലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സേവിയർ അധ്യക്ഷയായി. വിജയൻ നമ്പിയത്ത്, ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ഷാജി കുറുപ്പത്ത്, സെക്രട്ടറി PB വേണു, ട്രഷറർ സൂര്യനാരായണൻ K, ക്ഷേത്രം ട്രസ്റ്റി അംഗം അശ്വതി ചെങ്ങല്ലൂർ, യുവജന സമിതി പ്രസിഡന്റ് CS അക്ഷയ്, സെക്രട്ടറി അതുൽ കൃഷ്ണ എന്നിവർ സംസാരിച്ചു. പുതുതലമുറയ്ക്ക് കൃഷി എന്നൊരു സംസ്കാരം അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇങ്ങനെ ഒരു ആശയം ഇവരുടെ മനസ്സിൽ ഉടലെടുത്തതിന് തന്നെ ആദ്യമായിട്ട് ഞാൻ അഭിനന്ദനം നൽകുകയാണ്. അതോടൊപ്പം ഇത് ഇവരുടെ വാക്കുകൾ കേട്ട് അതനുസരിച്ച് വില്ലിങ്ങായിട്ട് വന്നതുകൊണ്ടാണ് ഇത്രയും നമുക്കിങ്ങനെ പൂക്കൾ കാണാൻ പറ്റിയത്. അപ്പോൾ അതിന് നിങ്ങൾ ഉത്സാഹം കാണിച്ചു, താല്പര്യം എടുത്തു വന്നു, അതിന് അക്ഷീണം പ്രയത്നിച്ചു. അതിന് കുട്ടികളെ ഏവർക്കും ഞാൻ അഭിനന്ദനം അറിയിക്കുന്നു. നിങ്ങൾക്ക് ഇനി കൃഷിയിൽ തുടരാൻ താല്പര്യം ഉണ്ടെങ്കിൽ കൃഷിഭവന്റെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ മറ്റു വാർത്തകൾ നോക്കാം ഇടവേളയ്ക്ക് ശേഷം.
അറിഞ്ഞല്ലേ, ഓണം കളറാക്കാൻ അർച്ചന സിൽക്സ് ഒരുങ്ങിക്കഴിഞ്ഞു. ഓണക്കോടികളുടെ ഏറ്റവും പുതിയ കളക്ഷൻ, ഗുണമേന്മയിലും ഏറ്റവും വിലക്കുറവിലും നിങ്ങൾക്ക് മുന്നിൽ. റെഡിമെയ്ഡ് ഡ്രസ്, സാരികൾ, ജീൻസുകൾ, ടോപ്പുകൾ, മെൻ ആൻഡ് വുമൻസ് കിഡ്സ് വെയേഴ്സിന്റെ ട്രെൻഡി കളക്ഷൻസുകൾ ഏറ്റവും കുറഞ്ഞ വിലയിലും ഗുണമേന്മയിലും. പൊന്നിൻ ചിങ്ങവും പൊന്നോണവും അടിച്ചു പൊളിക്കാൻ വേറെ എന്ത് വേണം? നമ്മുടെ അർച്ചന സിൽക്സിന്റെ തൃപ്രയാറും വാടാനപ്പള്ളിയിലും ഷോറൂമുകളിൽ പുത്തൻ കളക്ഷൻ ഉള്ളപ്പോൾ ഓണക്കോടിക്കാണോ ഇനി പ്രശ്നം? കേരളത്തിലെ മികച്ച ഫാഷൻ ലോകമായ അർച്ചന സിൽക്സിൽ ഓണക്കോടികളുടെ ഈ മഹാപ്രപഞ്ചത്തിൽ വന്ന് നിങ്ങളുടെ ഓണക്കോടി സ്വന്തമാക്കൂ. ഓണത്തിരക്കൊഴിവാക്കൂ. നമ്മുടെ സ്വന്തം അർച്ചന സിൽക്സ്, തൃപ്രയാർ ആൻഡ് വാടാനപ്പള്ളി. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് 18-ാം വാർഡ് ചാലുകുളം കുടുംബശ്രീ ഓണാഘോഷ പരിപാടിയും ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഓണക്കിറ്റ് വിതരണവും സംഘടിപ്പിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ KK പ്രഹർഷൻ അധ്യക്ഷനായി. CPM നാട്ടിക ഏരിയ കമ്മിറ്റി അംഗം TS മധുസൂദനൻ, DYFI മുൻ ബ്ലോക്ക് സെക്രട്ടറി PA രാമദാസ്, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ്, CDS വൈസ് ചെയർപേഴ്സൺ ശൈലജ ജയലാൽ, CPM എടമുട്ടം ലോക്കൽ കമ്മിറ്റി അംഗം AR സത്യൻ, CPM വട്ടപ്പരത്തി ബ്രാഞ്ച് സെക്രട്ടറി പ്രേംസിരി, CDS മെമ്പർ ചിന്ന സിബിൻ, DYFI നേതാക്കളായ KP ഹരികൃഷ്ണൻ, BP ശ്രീദേവ്, ചൈതന്യ സത്യൻ, ഇസ്മയിൽ, രാഹുൽ, അശ്വിൻ VS, വൈശാഖ TR, സുമ സൂര്യൻ, സിജി EV എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പരിപാടിയോടനുബന്ധിച്ച് DYFI സർദാർ യൂണിറ്റ് വട്ടപ്പരത്തിയുടെ നേതൃത്വത്തിൽ 150 കുടുംബങ്ങൾക്ക് ഓണക്കിറ്റും വിതരണം ചെയ്തു. ഈ പഞ്ചായത്തിനകത്ത് ഇവിടെ 18-ാമത് വാർഡാണെങ്കിൽ നായനാരുടെ വാർഡ് 16-ാം വാർഡാണ്. ആ വാർഡിനകത്ത് ഏതാനും ചില 16 വീട്ടമ്മമാരും സഹോദരിമാരും ചേർന്നിരുന്നുകൊണ്ട് ഒരു വനിതാ കൂട്ടായ്മയ്ക്ക് രൂപം കൊടുത്തു. ആ വനിതാ കൂട്ടായ്മ പിന്നീട് കല്യാശ്ശേരി പഞ്ചായത്തിലെ 18 വാർഡുകളിലും ഓരോ യൂണിറ്റ് എന്ന രീതിയിൽ ഒരു പേര് ഇട്ടുകൊണ്ട് ഓരോരുത്തരും ഈ സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ആദ്യ ഘട്ടം വന്നു. അങ്ങനെയാണ് പരിഷത്തിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും സഹായത്തോടു കൂടി കല്യാശ്ശേരിയിലുള്ള എല്ലാ പഞ്ചായത്ത് വാർഡുകളിലും പിന്നീട് ആ മണ്ഡലത്തിലും ആദ്യമായിട്ട് കുടുംബശ്രീ. ചൂലൂർ യോഗിനി മാതാ സേവാ കേന്ദ്രം സാധുജന പരിപാലന പദ്ധതിയുടെ ഭാഗമായി സൗജന്യ ഓണം പച്ചക്കറി കിറ്റ് ഡോക്ടർ APJ അബ്ദുൽ കലാം റീഡിംഗ് ആൻഡ് റെഫറൻസ് ലൈബ്രറിയിൽ വെച്ച് വിതരണം ചെയ്തു. സേവാകേന്ദ്രം പ്രസിഡന്റ് AP സദാനന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് നടൂപ്പറമ്പിൽ സജീവ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PR രവി, ട്രഷറർ KS തിലകൻ, ജോയിന്റ് സെക്രട്ടറി സുനിൽകുമാർ മടത്തിപ്പറമ്പിൽ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ND ധനേഷ്, തിലകൻ പൈനാട്ട്, ബിജോയ് പാണാട്ട്, ദിനേശ് ശാന്തി, NS അജിത്, പ്രദീപ് അരയമ്പറമ്പിൽ, അജയകുമാർ, മാതൃസമിതി അംഗങ്ങൾ, ഓഫീസ് സ്റ്റാഫ്, ബാലികാസദനം മക്കൾ, അമ്മമാർ എന്നിവർ കിറ്റ് വിതരണം ഏകോപിപ്പിച്ചു. 400 കുടുംബങ്ങൾക്കാണ് കിറ്റ് വിതരണം ചെയ്തത്. 400-ന് മേലെ ഓണക്കിറ്റ് ഇന്ന ദിവസം ഈ ഗ്രാമ വികാസികൾക്ക് അർഹതപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള സംരംഭമാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്തത്. യോഗിനിമാത സേവാകേന്ദ്രം ഇത് മാത്രമല്ല, ഇടുക്കിയിലും അതിരമ്പുഴയിലുമുള്ള 2-3 ഗ്രാമങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്തിട്ട് അവിടെയുള്ള പാവപ്പെട്ടവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില പദ്ധതികൾ അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുവാനും. നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ NSS യൂണിറ്റ് സെന്റ് ജോസഫ് മെന്റൽ ഹെൽത്ത് കെയർ ഹോം അന്തേവാസികൾക്കൊപ്പം ഓണം ആഘോഷിച്ചു. കെയർ ഹോമിന്റെ ആവശ്യപ്രകാരം അന്തേവാസികൾക്കാവശ്യമായ വസ്ത്രങ്ങളും മധുര പലഹാരങ്ങളുമായാണ് NSS പ്രവർത്തകരെത്തിയത്. ഉപഹാരങ്ങൾ സെന്റ് ജോസഫ് മെന്റൽ കെയർ ഹോം ഡയറക്ടർ ഫാദർ രാജു അക്കര ഏറ്റുവാങ്ങി. വിദ്യാർത്ഥികൾക്കൊപ്പം അന്തേവാസികളും വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ ശലഭ ജ്യോതിഷ്, അധ്യാപകരായ E ഷൈജ,
MJ ബിന്ദു എന്നിവർ നേതൃത്വം നൽകി. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നിരവധി പുരസ്കാരങ്ങൾ നേടിയ NSS യൂണിറ്റാണ് നാട്ടിക ഹയർ സെക്കൻഡറി സ്കൂളിലേത്. തൃപ്പയാർ സ്നേഹത്തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് 5ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഓണക്കിറ്റ് വിതരണം ചെയ്തു. തീരദേശത്തെ തളിക്കുളം, നാട്ടിക, വലപ്പാട്, എടത്തിരുത്തി പഞ്ചായത്തുകളിൽ ഉൾപ്പെട്ട 100ഓളം നിർധന കുടുംബങ്ങൾക്കാണ് കിറ്റ് വിതരണം ചെയ്തത്. ചടങ്ങിൽ ബാപ്പു വലപ്പാട് മുഖ്യാതിഥിയായി. ട്രസ്റ്റ് പ്രസിഡന്റ് രാജൻ പട്ടാട്ട് അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി MA സലീം, രക്ഷാധികാരി അബ്ദുൽ ഗഫൂർ, ട്രഷറർ TV ശ്രീജിത്ത്, ഹബ്സത്ത് PC, അശോകൻ KC, NB ഷൺമുഖരാജ്, പ്രേംലാൽ PR, നസീർ PM എന്നിവർ സംസാരിച്ചു. ഈ സ്നേഹത്തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ്, സ്നേഹത്തണൽ, ആ ടൈറ്റിൽ തന്നെ കൊടുക്കാൻ കാരണം ഇതിൻ്റെ ലക്ഷ്യമാണ്. ഈ ട്രസ്റ്റിൻ്റെ ലക്ഷ്യം സ്നേഹത്തണലാണ്. സാധാരണക്കാരന്, പാവപ്പെട്ടവന് ഒക്കെ തന്നെ ജീവകാരുണ്യ രംഗത്ത് ഈ 5 വർഷത്തിനുള്ളിൽ ഈ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു മഹത്തായ സ്ഥാപനമാണ് സ്നേഹത്തണൽ. ഈ സ്നേഹത്തണൽ മറ്റൊരു വിശേഷം കൂടി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, തുടക്കം മുതൽ തന്നെ ഈ സ്നേഹത്തണലിൽ തിരഞ്ഞെടുത്ത പ്രസിഡന്റ്, സെക്രട്ടറി, ഔദ്യോഗികമായിട്ടുള്ള കമ്മിറ്റി അംഗങ്ങളെല്ലാം തന്നെ ഒറ്റ സഹോദരങ്ങളെ പോലെ ഐക്യത്തിലും സ്നേഹത്തിലും പരസ്പര വിശ്വാസത്തിലും ഒരാൾ പോലും ഈ സംഘടനയിൽ നിന്ന് മാറി നിൽക്കാതെ. നാട്ടിക 5ാം വാർഡിൽ ഓണക്കോടി, ഓണക്കിറ്റ് വിതരണവും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ആദരവും സംഘടിപ്പിച്ചു. നാട്ടിക 5ാം വാർഡിൽ മികച്ച ക്ഷീരകർഷകനുള്ള അവാർഡ് നേടിയ ഷൈൻ ഇയാനിത്തറയെ ചടങ്ങിൽ ആദരിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിതകർമ്മസേന, ആശാ വർക്കർ, അംഗൻവാടി ടീച്ചർമാർ എന്നിവർക്കാണ് ഓണക്കോടിയും ഭക്ഷ്യധാന്യ കിറ്റും നൽകിയത്. 5ാം വാർഡ് കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ നാട്ടിക ശ്രീനാരായണ ഹാളിൽ നടന്ന ചടങ്ങ് BJP സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ പ്രഭാരിയുമായ MV ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ 5ാം വാർഡ് മെമ്പർ സുരേഷ് ഇയാനി അധ്യക്ഷനായി. ഗോപകുമാർ ചെമ്പിപ്പറമ്പിൽ, ഷൈൻ ഇയാനി, കൃഷ്ണകുമാർ വടശ്ശേരി, യതീഷ് ഇയാനി, അംബിക വാഴക്കുളത്ത്, ശ്രീകുട്ടൻ പാടത്തിപ്പറമ്പിൽ, ജയപ്രകാശ് വാളക്കടവിൽ, നവീൻ മേലെടുത്ത് എന്നിവർ നേതൃത്വം നൽകി. ഇവിടുത്തെ കുട്ടികൾക്ക് അതുപോലെ മുതിർന്നവർക്കൊക്കെ അംഗീകാരം നൽകി അദ്ദേഹത്തിൻ്റെ 5 വർഷത്തെ പ്രവർത്തനം പൂർത്തീകരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ പരിപാടി നടക്കുന്നത്. പ്രത്യേകിച്ച് ഓണക്കാലം നമുക്കറിയാം, സാഹോദര്യത്തിൻ്റെ, സമത്വത്തിൻ്റെയൊക്കെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ആഘോഷമാണ് ഓണം. നമ്മുടെ ജാതിയും മതവും വർഗവും വർണ്ണമെല്ലാം മാറ്റിവെച്ച് ഒത്തൊരുമയോടുകൂടി എല്ലാവരും ആഘോഷിക്കുന്ന ഈ ഓണാഘോഷ വേളയിലാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇവിടെ ഇതിൽ ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്, ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് എനിക്ക് ഈ രാഷ്ട്രീയ യോഗത്തിൽ പ്രസംഗിക്കേണ്ട കാര്യം കൂടെ പറയേണ്ടതില്ലെന്ന് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. BJPയെ സംബന്ധിച്ച് BJPയുടെ പ്രധാനമന്ത്രി, BJP എന്ന പാർട്ടിയുടെ പ്രതിനിധിയായി നമ്മുടെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി ഒരു കാര്യമുണ്ട്, സേവനമാണ് സംഘടന. BJP പ്രവർത്തകർ നാട്ടിക 7ാം വാർഡ് AKG നഗറിലെ മുഴുവൻ വീടുകൾക്കും വാർഡിലെ നിർധന കുടുംബങ്ങളിലും ഓണക്കിറ്റ് വിതരണം ചെയ്തു. കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന വാർഡ് യോഗത്തിൽ ബൈജു ഇയാനി കോറോത്ത് അധ്യക്ഷനായി. മണ്ഡലം ട്രഷറർ ലാൽ ഊണുങ്ങൽ ഓണക്കിറ്റ് വിതരണം ഉദ്ഘാടനം നിർവഹിച്ചു. ജഗന്നിവാസൻ ഓണാശംസ കാർഡുകൾ വിതരണം ചെയ്തു. രവി, ശാരിക, സൺപ്രസാദ്, BJP പഞ്ചായത്ത് പ്രസിഡന്റ് PV സെന്തിൽകുമാർ, സെക്രട്ടറി ശ്രീകുട്ടൻ, വിജയമോഹനൻ, ചന്ദ്രൻ പണിക്കശ്ശേരി, EVS മോഹൻദാസ് എന്നിവർ നേതൃത്വം നൽകി. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ നമ്മൾ തിരുവോണം ആഘോഷിക്കുകയാണ്. ഓണമെന്ന് പറയുമ്പോൾ മലയാളികളുടെ ഒരു ദേശീയോത്സവം, അത് വളരെ ഭംഗിയായി കാണാൻ പറ്റും. ഓണം ഉണ്ണോണം എന്ന ഒരു പഴഞ്ചൊല്ല് അത് അന്വർത്ഥമാക്കിക്കൊണ്ടാണ് പഴയ കാലങ്ങളിലൊക്കെ ഓണം ആഘോഷിച്ചത്. പക്ഷേ ഈ ആധുനിക കാലത്ത് ഓണത്തിൻ്റെ വരവും ഓണത്തിൻ്റെ ആ ഒരു രീതിയും വളരെയധികം മാറിയിരിക്കുകയാണ്. ഒരിടവേള കൂടി. മെഗാ ഓണം ഓഫർ ഈ ഓണം നമ്മുടെ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആഘോഷിക്കൂ. നിങ്ങളുടെ ഓരോ പർച്ചേസിനും ഓണപ്പുടവയും മറ്റനേകം സമ്മാനങ്ങളും, 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങളുടെ ഒരു വലിയ ശേഖരം നിങ്ങളെ കാത്തിരിക്കുന്നു. ഡയമണ്ട് ആഭരണങ്ങൾക്കും 80 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്. ട്രെൻഡി സിൽവർ ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. നിങ്ങളുടെ പഴയ സ്വർണ്ണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണ്ണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. ഈ ഓണക്കാലത്ത് 0% എക്സ്ചേഞ്ച് ഓഫറിലൂടെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വിലയിലോ തൂക്കത്തിലോ കുറയാതെ പുതിയ സ്വർണ്ണാഭരണമാക്കി മാറ്റൂ. AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, തൃപ്രയാർ, കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ പണിക്കൂലി.
മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. CPM മണലൂർ ഏരിയ കമ്മിറ്റി ഓണം പച്ചക്കറി വിപണി സംഘടിപ്പിച്ചു. കാരമുക്കിൽ നടത്തിയ വിപണിയിൽ മണലൂർ ഏരിയയിലെ വിവിധ കർഷകർ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കെത്തി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. മണലൂർ ഏരിയ സെക്രട്ടറി P രമേശൻ അധ്യക്ഷനായി. VV പ്രഭാത്, BN സുർജിത്ത്, PG സുബിദാസ്, VV സജീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഈ ഓണക്കാലത്ത് വിപുലമായ രീതിയിൽ പച്ചക്കറി കൃഷി ചെയ്യുകയും അതിൽ നിന്ന് വിളവെടുത്ത് പച്ചക്കറി വിപണന കേന്ദ്രം ആരംഭിക്കുകയും ചെയ്യണം എന്ന് തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി മണലൂർ ഏസിക്കകത്ത് 8 ഏക്കർ സ്ഥലത്ത് ഏരിയ കമ്മിറ്റിയുടെയും ലോക്കൽ കമ്മിറ്റിയുടെയും വർഗ ബഹുജന സംഘടനകളുടെയും നേതൃത്വത്തിൽ വിപുലമായ കൃഷിയാണ് ഞങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞത്. മഴയുടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് നല്ല രീതിയിൽ അതിനെ പരീക്ഷിക്കുന്നതിന് വേണ്ടി സഖാക്കൾ ഇടപെട്ടതിൻ്റെ ഭാഗമായി നല്ലപോലെ പച്ചക്കറി നമുക്ക് ലഭിക്കുകയുണ്ടായി. രാജവാഴ്ചയുടെ സ്മരണകൾ ഉണർത്തി എടത്തിരുത്തിയിൽ പതിറ്റാണ്ടുകൾ പാരമ്പര്യമുള്ള ഉത്രാടക്കിഴി സമർപ്പിക്കൽ ചടങ്ങ് നടന്നു. എടത്തിരുത്തി ചാഴൂർ കോവിലകം സരസ്വതി തമ്പുരാട്ടി, മനോരമ തമ്പുരാട്ടി എന്നിവർക്കാണ് തഹസിൽദാർ ശ്രീനിവാസൻ, ഡെപ്യൂട്ടി തഹസിൽദാർമാരായ ഗോപകുമാർ, ഹൻസ, ഫിലോമിന, വില്ലേജ് ഓഫീസർ ബാലകൃഷ്ണൻ തുടങ്ങിയവർ നേരിട്ടെത്തി ഉത്രാടക്കിഴി സമർപ്പിച്ചത്. കൊച്ചി രാജകുടുംബത്തിലെ സ്ത്രീകൾക്ക് ഓണക്കാലത്ത് പുതുവസ്ത്രം വാങ്ങുന്നതിനാണ് ഉത്രാടക്കിഴി നൽകുന്നത്. സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാന സർക്കാർ തുടങ്ങിവെച്ചതാണ് ഉത്രാടക്കിഴി ആചാരം. രാജഭരണം അവസാനിക്കുമ്പോൾ ഉണ്ടാക്കിയ കരാറിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ട്രഷറിയിൽ നിക്ഷേപിച്ച തുകയുടെ പലിശയാണ് ഉത്രാടക്കിഴിയായി കോവിലകത്തെ അവകാശികൾക്ക് നൽകി വരുന്നത്. CPM സംയോജിത കൃഷിയുടെ ഓണം വിളവെടുപ്പ് എടത്തിരുത്തിയിൽ നടന്നു. സർദാർ സെന്ററിന് തെക്കുവശം രാജേഷ് അറക്കപ്പറമ്പിലിന്റെ കൃഷിയിടത്തിൽ നടന്ന വിളവെടുപ്പ് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി ഉദ്ഘാടനം ചെയ്തു. കേരള കർഷക സംഘം നാട്ടിക ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ് അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KA വിശ്വംഭരൻ, TS മധുസൂദനൻ, മഞ്ജുള അരുണൻ, ലോക്കൽ സെക്രട്ടറിമാരായ AV സതീഷ്, ഷീന വിശ്വൻ, KH സുൽത്താൻ, അലോക് മോഹൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, സഹകരണ സംഘം പ്രസിഡന്റുമാരായ ബൈന പ്രദീപ്, ഹരിലാൽ മാണിയത്ത്, ഡോക്ടർ KB സജു തുടങ്ങിയവർ പങ്കെടുത്തു. കൈപ്പയ്ക്ക, കുമ്പളം, മത്തൻ, പീച്ചിങ്ങ, പയറ്, വെണ്ട, വഴുതിന, ചെണ്ടുമല്ലി, തുമ്പപ്പൂ തുടങ്ങി നിരവധി തരം വിളകൾ വിളവെടുത്തു. കൃഷി നന്നായി നടന്നില്ല. അത്ര പ്രയാസകരമായ കാലാവസ്ഥ വ്യതിയാനങ്ങൾ സംഭവിച്ചു. കടുത്ത മഴ വന്നു. പക്ഷേ എന്നിട്ടും രാജേഷിൻ്റെ കൃഷിസ്ഥലത്തിന് വലിയ കേടുപാടൊന്നും സംഭവിച്ചില്ല. അത് രാജേഷിൻ്റെ ആ കാര്യത്തിലുള്ളൊരു പ്രത്യേകമായ ഒരു മികവ് അതിൽ ഉണ്ട്. രാജേഷിൻ്റെ കാർഷിക ഉൽപ്പന്നങ്ങൾ വളരെ വലുപ്പത്തിൽ വളരെ ആകർഷകമായിട്ട് സംഘടിപ്പിക്കാൻ രാജേഷിന് കഴിയാറുണ്ട്. രാജേഷ് മക്കളെയും അങ്ങനെ തയ്യാറാക്കി വളർത്തുകയാണ്. അതൊക്കെ നമുക്കൊക്കെ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. പെരിഞ്ഞനത്ത് അയൽവാസിയെ വീട്ടിൽ കയറി ആക്രമിച്ച കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. പെരിഞ്ഞനം വെസ്റ്റ് സമിതി സ്വദേശി കിഴക്കേ വളപ്പിൽ വീട്ടിൽ മനോജിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ചൊവ്വാഴ്ച വൈകിട്ട് 6:30യോടെ
പെരിഞ്ഞനം വെസ്റ്റ് സമിതി സ്വദേശി നാരായണത്ത് വീട്ടിൽ സുഭാഷിന്റെ വീട്ടിലേക്ക് പ്രതി ഇരുമ്പ് പൈപ്പുമായി അതിക്രമിച്ച് കയറി ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറഞ്ഞ് വീട്ടിലെ കസാര തല്ലിപ്പൊളിക്കുകയും സുഭാഷിനെ ആക്രമിക്കുകയും ചെയ്ത കേസിലാണ് അറസ്റ്റ്. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽ പേരുള്ള മനോജ് കയ്പമംഗലം, കൊടുങ്ങല്ലൂർ, മതിലകം, ചാവക്കാട് പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 24 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ SHO ആർ ബിജു, SIമാരായ ടി അഭിലാഷ്, ജെയ്സൺ, മുഹമ്മദ് സിയാദ്, CPOമാരായ സുനിൽകുമാർ, ഷിജു എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. SNDP ആലപ്പാട് ശാഖയുടെ ഓണാഘോഷവും ഗുരുദേവ ജയന്തി ആഘോഷവും SNP സമാജം ആസ്ഥാന മന്ദിരത്തിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് 3:30 പെരിങ്ങോട്ടുകര യൂണിയൻ സെക്രട്ടറി അഡ്വക്കേറ്റ് KC സതീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിക്കും. SNDP ആലപ്പാട് ശാഖാ പ്രസിഡന്റ് സുധീഷ് നെല്ലിപ്പറമ്പിൽ അധ്യക്ഷനാകും. ശ്രീനാരായണാശ്രമം സെക്രട്ടറി സ്വാമി ദിവ്യാനന്ദഗിരി അനുഗ്രഹ പ്രഭാഷണം നടത്തും. തുടർന്ന് സൗപർണിക പുള്ള്, സമാജം തിരുവാതിര, സ്വസ്ഥ കലാവേദി ചാഴൂർ എന്നിവയുടെ തിരുവാതിരക്കളി അരങ്ങേറും. വൈകിട്ട് 7-ന് പെരിഞ്ഞനം ആലിങ്ങലമ്മ ടീം അവതരിപ്പിക്കുന്ന വീരനാട്യം അരങ്ങേറും. SNDPയും SNB സമാജവും സംയുക്തമായി നടത്തുന്ന ഗുരുജയന്തി ആഘോഷം ഞായറാഴ്ച നടക്കും. രാവിലെ 9-ന് സമാജം പ്രസിഡന്റ് പ്രതീഷ് കുമാർ തട്ടാമ്പറമ്പിൽ പതാക ഉയർത്തും. തുടർന്ന് ഗുരുപൂജ, പ്രാർത്ഥന, ഓണപ്പുടവ നൽകൽ, കൂപ്പൺ വിതരണം, പ്രസാദ വിതരണം, ആദരിക്കൽ എന്നിവ നടക്കും. ശാഖാ പ്രസിഡന്റ് സുധീഷ് നെല്ലിപ്പറമ്പിൽ, സെക്രട്ടറി പുരുഷോത്തമൻ ചെമ്പകശ്ശേരി, ആഘോഷ കമ്മിറ്റി കൺവീനർ അർജുനൻ കരുമാരശ്ശേരി, വനിതാ സംഘം പ്രസിഡന്റ് മിനി പ്രദീപ്, ജയന്തി നരേന്ദ്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ഈ വർഷത്തെ ജയന്തി ആഘോഷത്തോട് കൂടിയിട്ട് നമ്മൾ SNDP ആലപ്പാട് SNDP ശാഖയുടെ ഓണാഘോഷം വളരെ വിപുലമായിട്ട് നടത്തുന്നുണ്ട്. അതിന് പിന്നെ കൂടാതെ ഈ വർഷത്തെ SLC പരീക്ഷയിലൊക്കെ പാസ്സായ കുട്ടികൾക്ക് മൊമെൻറ്റോസ് കൊടുക്കണം. ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് പെരിങ്ങോട്ടൂർ യൂണിയൻ സെക്രട്ടറി സതീന്ദ്ര വക്കീലാണ്. ചന്ദ്രാപിന്നി കണ്ണമ്പുള്ളിപ്പുറം അക്ഷര അംഗൻവാടിയിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ ഹേന രമേശ്, അംഗൻവാടി കമ്മിറ്റി അംഗങ്ങളായ പ്രതാപൻ മേനോത്ത്, കൃഷ്ണൻ, PC രവി, സൂര്യൻ മേനോത്ത്, സുഗുണ പ്രകാശൻ, അംഗൻവാടി കുട്ടികൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് കലാപരിപാടികളും ഓണസദ്യയും ഉണ്ടായിരുന്നു. മണപ്പുറം റിതി ജ്വല്ലറിയുടെ 15ാം വാർഷികാഘോഷം ചലച്ചിത്ര മോഡലിംഗ് താരം ഷിയാസ് കരീം ഉദ്ഘാടനം ചെയ്തു. സംസാരിച്ചു. ഞാൻ ഒരു കുറേ നാൾക്ക് ശേഷമാണ് നിങ്ങൾ എന്നെപ്പറ്റി കുറേ ആളുകൾ പറഞ്ഞത്. ആദ്യമായിട്ടാണ് കുറേ നാൾക്ക് ശേഷം കേൾക്കുന്നത്. എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത് ബിഗ് ബോസിലൂടെ ആണെങ്കിൽ പോലും ഇപ്പോൾ ബിഗ് ബോസ് നടക്കുകയാണ്. ഭയങ്കര കോൺട്രവേഴ്സികളും പരിപാടികളൊക്കെ ആയിട്ട് പോകുന്നു. സീസൺ 7. അപ്പോൾ റിതി ജ്വല്ലറി ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി, ഞാൻ മലപ്പുറത്ത് നിന്നാണ് വരുന്ന വഴി ഓൾമോസ്റ്റ് 15 കിലോമീറ്റർ ചുറ്റളവിൽ റിതി ജ്വല്ലറിയുടെ ബോർഡുകൾ കാണാം. അതൊക്കെ ഭയങ്കര എനിക്ക്. പിന്നെ ലാലേട്ടൻ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുമ്പോൾ ഞാൻ ഈ മലപ്പുറം ഗോൾഡൻ ഡയമണ്ടിൻ്റെ പരസ്യങ്ങൾ TV-യിലൂടെയും റേഡിയോയിലൂടെയും കേട്ട് വന്ന ഒരാളാണ്. പിന്നെ ഈ വീട്ടിൽ സ്വർണം വച്ചിട്ടെന്തിനാ, ആ ഒരു ഡയലോഗൊക്കെ എപ്പോഴും നമ്മുടെ ചെവിയിലും നമ്മളെ ഒരു ലാലേട്ടൻ്റെ കുറേ ഡയലോഗാണ് അതൊക്കെ. മണപ്പുറം റിതി ജ്വല്ലറി CEO ബാലു, സെയിൽസ് ഹെഡ് ഷിഹാബ്, CFO രാധാകൃഷ്ണൻ, മീഡിയ ഹെഡ് മുസ്തഫ, ഷോറൂം ഹെഡ് മുഹമ്മദ് ഹഫീൽ റഹ്മാൻ, BDM മനോജ്, അസിസ്റ്റന്റ് മാനേജർ അജിത്ത് എന്നിവർ പങ്കെടുത്തു. നിരവധി ഓഫറുകൾ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഡയമണ്ട് പർച്ചേസുകൾക്ക് സ്വർണ്ണ നാണയം, 2 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഡയമണ്ട് പർച്ചേസുകൾക്ക് ഡയമണ്ട് റിംഗ് എന്നിവ സമ്മാനമായി നൽകും. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലി 2.97% മുതലാണ്. 2 പവന് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസുകൾക്ക് ഓണപ്പുടവയും സമ്മാനമായി നൽകുന്നുണ്ട്. കൂടാതെ എല്ലാ സ്വർണ്ണാഭരണ പർച്ചേസുകൾക്കും വെള്ളി നാണയം സമ്മാനമായി നൽകും. പവന് 1000 രൂപ മാത്രം നൽകി സ്വർണ്ണാഭരണങ്ങൾ ബുക്ക് ചെയ്യാം. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ് നൽകുന്നുണ്ട്. ഡയമണ്ട് ആഭരണങ്ങൾ ക്യാരറ്റിന് 15000 രൂപ കിഴിവിൽ മണപ്പുറം റിതി ജ്വല്ലറിയിൽ നിന്ന് സ്വന്തമാക്കാം. ഒരു വർഷം മുമ്പ് സ്വർണത്തിന്റെ വില എന്തായിരുന്നു അല്ലെ? അപ്പൊ ഇന്ന് 9705 രൂപയാണ് സ്വർണത്തിന്റെ വില എന്ന് പറയുന്നത്.
സ്വർണം നമുക്ക് പലപ്പോഴും ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള നിലയിലേക്ക് ഉപരി നമ്മുടെ സംസ്കാരമായിട്ട് ഇത് യോജിച്ചു കിടക്കുന്നുണ്ട്. എത്ര റെസിഷൻസ് വന്നാലും ഒരുപക്ഷെ നമ്മുടെ രാജ്യത്ത് ഈ റെസിഷൻ അനുഭവിക്കാതിരിക്കുന്നതിനുള്ള ഏറ്റവും നല്ല കാരണം ഒരു വീടുകളില് 1 ഗ്രാം സ്വർണം പോലും ഇല്ലാത്ത വീടുകള് പലപ്പോഴും നമ്മുടെ നാട്ടില് വളരെ താന്യം പഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും ചേർന്ന് പാലിയേറ്റീവ് ഓണാഘോഷം നടത്തി. ആവണങ്ങാട്ടിൽ കളരി AU രഘുരാമൻ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് OS അഷ്റഫ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ബാലകൃഷ്ണൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജോ പുലിക്കോട്ടിൽ, മെമ്പർമാരായ പ്രജിഷ, ആൻഡോ തൊറയൻ, CL ജോയ്, സതി ജയചന്ദ്രൻ, മീന സുനിൽ, ജിഷ്ണു പ്രേമൻ, രഹന പ്രജു, ശ്രീകല സന്തോഷ്, ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ സീനത്ത് മുഹമ്മദ് അലി, TB മായ, പാലിയേറ്റീവ് നഴ്സ് രാഖി എന്നിവർ സംസാരിച്ചു. വാടനപ്പള്ളി നടുവിൽക്കര പുല്ലൻ സെന്ററിൽ മണത്തല ബാലകൃഷ്ണന്റെ ഭാര്യ ദേവകി അന്തരിച്ചു. 78 വയസ്സായിരുന്നു. തളിക്കുളം GMLP സ്കൂൾ റിട്ടയർഡ് ഹെഡ്മിസ്ട്രസ് ആയിരുന്നു. ഉദയകൃഷ്ണൻ, ഉദയസ്മിത, ഉദയപ്രിയ എന്നിവർ മക്കളും ഗോപി, സുജി, ശരത് എന്നിവർ മരുമക്കളുമാണ്. ഇനി പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം വിഷ്ണുമായ സ്വാമി ക്ഷേത്രം തകർക്കുന്നതിന് വേണ്ടി നടന്ന ഗൂഢാലോചനയുടെ ചുരുളഴിയുന്നു. പെരിഞ്ഞനത്ത് അയൽവാസിയെ വീട്ടിൽ കയറി ആക്രമിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. SNDP ആലപ്പാട് ശാഖ ശ്രീനാരായണ ഗുരുജയന്തിയും ഓണാഘോഷവും സംഘടിപ്പിക്കുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.